അവിടെ ലോക്കപ്പിൽ മൃഗീയമായി മർദ്ദിക്കുകയാണ്. അവിടെ ചവിട്ടി അദ്ദേഹത്തിന്റെ കാലടക്കം പൊട്ടിക്കുകയുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് വിശ്വനാഥൻ. ഞാൻ കോഴിക്കോട് ജില്ലാ വോയിസ് ഓഫ് എക്സർവിസ്മെന്റ് പ്രസിഡന്റാണ്. ഇന്ന് രാവിലെ ഒരു 7 മണിക്ക് വാട്സപ്പിൽ കൂടിയും ന്യൂസിൽ കൂടിയും ഈ ഒരു സംഭവം കേൾക്കുകയുണ്ടായി. അതായത് പുൽപ്പള്ളി സ്റ്റേഷനിലെ പോലീസുകാർ ഒരു സർവീസ് സോൾജറെ ഇതേമാതിരി അകാരണമായി മർദ്ദിച്ച് കാല് പൊട്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഞാൻ കോഴിക്കോടുള്ള നമ്മുടെ സംഘടനയെ വിവരം അറിയിക്കുകയും എല്ലാ സംഘടനാ നേതാക്കന്മാരും കോഴിക്കോട്ട് എത്തുകയും ഞങ്ങളിൽ പോലീസ് സ്റ്റേഷൻ സിഐയുമായി സംസാരിച്ചു. സിഐ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു ജവാനെ ഒറ്റ കാലത്തും ഒരു പോലീസുകാരൻ ഇതേമാതിരി മർദ്ദിച്ചാൽ എവിടെയും കണ്ടിട്ടില്ല. 32 വർഷം സർവീസായി ഞാൻ ഒരൊറ്റ സ്ഥലത്തും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ വളരെ നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും ഇവന്റെ കാലം എങ്ങനെ അടിച്ച് അവന് സംസാരിക്കാനുള്ള ശക്തിയും കൂടി ഉണ്ടായിട്ടില്ല. അങ്ങനെ സിഐയും പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SIയും ഒരു കോൺസ്റ്റബിളും ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുവാനും നോട്ടീസ് കൈപ്പറ്റാത്ത പക്ഷം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുമാണ് നീക്കം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടുത്തെ കോഴിക്കോട് ജില്ലയിലെ TA ബറ്റാലിയൻ കമാൻഡറുമായി സംസാരിക്കുകയും അതുകൂടാതെ ഇവൻ സർവീസ് ചെയ്ത യൂണിറ്റിന്റെ ഓഫീസറുമായി രാവിലെ 10 മണി മുതൽ ഈ 6 മണി വരെ സമ്പർക്കം പുലർത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് ഡൽഹിയിലെ അവരെ ക്വാർട്ടർ മാർഷൽ മേജർ സാറിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം TA ബറ്റാലിയൻ കമാൻഡർ സാഹിബിന് അയച്ചു കൊടുക്കുകയും അങ്ങനെ TA ബറ്റാലിയൻ വന്ന് ഇതേമാതിരി ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ട് മർദ്ദനമേറ്റത് ഇദ്ദേഹത്തിന് പിന്നെ പുൽപ്പള്ളി പോലീസ് എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുന്നത്? പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു കാര്യങ്ങളോ എടുക്കാൻ തയ്യാറായിട്ടില്ല. അതിന്റെ അടിസ്ഥാനം ഞങ്ങളുടെ സംഘടന മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ആദ്യമായി കണ്ട് സംസാരിച്ചപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് പരാതി ഒന്നും കിട്ടിയിട്ടില്ല. വീണ്ടും CI ആയി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് പരാതി ഒന്നും എടുക്കാൻ പറ്റില്ല. വീണ്ടും ഞങ്ങൾ വളരെ ശക്തമായി പ്രതികരിച്ചതിന്റെ ഫലമായും സ്റ്റേഷൻ ഓഫീസറുമായി സമ്പർക്കം പുലർത്തിയതിന്റെ ഫലമായും ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും അദ്ദേഹത്തിന്റെ മുഴുവൻ വിവരങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇപ്പം കൊണ്ടുപോയിട്ട് ആർമി ഡോക്ടർ കൂടെ വന്ന് TA ബറ്റാലിയന്റെ ആർമി ഡോക്ടറും TA ബറ്റാലിയന്റെ ഉന്നത അധികാരികളും വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് കണ്ണൂർ മെഡിക്കൽ MH കൊണ്ടുപോകുന്നത്, സൈനിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവന്റെ പരാതി സ്വീകരിക്കാതിരുന്നതാണ്. ഇവൻ പരാതി കൊടുത്തിട്ട് ആ പരാതി പുൽപ്പള്ളി പോലീസ് സ്വീകരിക്കാതിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മളിവിടെ ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി എന്ന് അറിയിച്ചതിന് ശേഷം മെഡിക്കൽ കോളേജ് പോലീസിന്റെ CO ഇൻസ്പെക്ടർ ഓഫ് പോലീസ് SHO അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് ആ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. അതും പുൽപ്പള്ളി സ്റ്റേഷനിലേക്ക് അയക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സർവീസ് സോൾജർ എന്നതല്ല, ഒരു സാധാരണക്കാരാണെങ്കിൽ പോലും അദ്ദേഹം ഒരു ക്രിമിനൽ ആണെങ്കിൽ കൂടെ ഈ രീതിയിലുള്ള ഒരു മർദ്ദനം നടത്താൻ നിയമപരമായിട്ട് ആർക്കും അധികാരമില്ല. ഇദ്ദേഹം അവിടെ ഇത്തരം തർക്കത്തിൽ ഏർപ്പെട്ടു എന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവിടെ ലോക്കപ്പിൽ മൃഗീയമായി മർദ്ദിക്കുകയാണ്. അവിടെ ചവിട്ടി അദ്ദേഹത്തിന്റെ കാലടക്കം പൊട്ടിക്കുകയുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഇത് ഒരു ലോക്കപ്പ് മർദ്ദനമാണ്. അപ്പൊ ഈ ലോക്കപ്പ് മർദ്ദനത്തിനെതിരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് പുൽപ്പള്ളി പോലീസ് ഇത് അന്വേഷിച്ചാൽ ഒരിക്കലും അവർക്ക് എതിരായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഉന്നത അധികാരികൾ ഈ കേസ് ഏറ്റെടുത്ത് ഇതിനെതിരെ ഈ ഒരു ലോക്കപ്പ് മർദ്ദനത്തിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ എല്ലാ വിമുക്തഭടന്മാരുടെയും സൈനികരുടെയും ആവശ്യം. നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി കൊടുത്തത് കൈമാറാന്ന് പറഞ്ഞല്ലേ? അതെ, നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കൊടുത്ത പരാതി SHO സ്വീകരിക്കുകയും അത് പുൽപ്പള്ളി സ്റ്റേഷനിലേക്ക് കൈമാറുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ റിസിപ്റ്റ് തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്റെ പേര് അനില്. ഞാൻ കാലിക്കറ്റ് ഇവന്റ്സിന്റെ പ്രസിഡന്റാണ്. നിലവിൽ ഇന്നലെ മുതൽ അവന്റെ യൂണിറ്റായിട്ടും ഒക്കെ കോൺടാക്ട് ചെയ്തു, TA ബറ്റാലിയനായിട്ട് കോൺടാക്ട് ചെയ്ത് അവരായിട്ട് ടൈപ്പ് ചെയ്യായിരുന്നു. കാരണം ഈ ഒരു നടപടി ഞങ്ങൾ നേരിട്ട് നടത്തുന്നതിലും നല്ലത് സൈനിക യൂണിറ്റ് തന്നെ ഇതിൽ ഇടപെടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സൈന്യത്തിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവർ വന്നു, കാര്യങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എന്തായാലും ഞങ്ങൾ വിശ്വസിക്കുകയാണ് മുന്നോട്ട് നല്ല രീതിയിലുള്ള ഒരു നടപടി ഈ ഒരു മരണത്തിനെതിരെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുണ്ടാവണം. അഥവാ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ തുടർന്ന് അങ്ങോട്ട് സമരപരിപാടികൾ ഞങ്ങൾ നടത്തും എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കാനുള്ളത്.